നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ പറയാം. എന്തായിരുന്നു? ഐ ലവ് യു. അറിയാവുന്ന കാര്യം, എല്ലാം നമുക്ക് അറിയാവുന്ന. ഐ അറിയാം, ലവ് അറിയാം, യു അറിയാം അല്ലേ? ഐ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ അല്ലേ? ഞാൻ എന്ന് പറയുന്നത് എന്തിനാ അല്ലേ? ഞാൻ എന്ന് പറയുന്നത് എന്തിനാ? എനിക്കൊരു പേരുണ്ട് അല്ലേ? സനിൽ എന്ന് പറഞ്ഞ പേര്. അതിന് പകരമായിട്ട് ഉപയോഗിച്ചതാണ് ഐ എന്ന് പറഞ്ഞത് അല്ലേ? എന്റെ പേരിന് പകരമായിട്ടാണ് ഐ എന്ന് ഉപയോഗിച്ചത്. സനിൽ എന്നുള്ള പേരിന് പകരം ഞാൻ ഉപയോഗിച്ചത് എന്താ? ഐ എന്ന് ഉപയോഗിച്ചു അല്ലേ? പേരിന് പകരമായിട്ട്, ഇല്ലെങ്കിൽ പേരിന് പ്രോ ആയിട്ട്. പേരിനെന്താ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞേ? നൗണ് പറഞ്ഞു. എല്ലാ പേരിനും കൂടെ കൂട്ടിയിട്ട് നൗണ് പറഞ്ഞു. അപ്പൊ പേരിന് പകരമായിട്ട് ഞാൻ ഐ എന്ന് ഉപയോഗിച്ചു. അപ്പൊ ഐക്ക് നമ്മൾ എന്ത് പറയാം? പ്രോ. നൗണിന് പ്രോ ആയിട്ട്, നൗണിന് പകരമായിട്ട് വന്നതുകൊണ്ട് നൗൺ വേണമെങ്കിൽ പറയാം അല്ലേ? എന്റെ പേരിന് പകരം ഞാൻ എന്ത് പറഞ്ഞു? ഐ അല്ലേ? എന്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ട് ഇല്ല? എന്റെ കൂട്ടത്തിൽ കുറച്ച് പേരും കൂടെ ഉണ്ട്. അപ്പം ഐ എന്ന് പറയോ? കാരണം ഐ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാൾ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് പറയാൻ വേണമെങ്കിൽ സിംഗിൾ പറയത്തില്ലേ? സിംഗിൾ ആയിട്ടുള്ള നമുക്ക് സിംഗുലർ എന്ന് പറയത്തില്ലേ? സിംഗിൾ ആയിട്ടുള്ളതിനെ സിംഗുലർ. അപ്പൊ ഐ എന്ന് പറഞ്ഞാല് സിംഗിൾ അല്ലേ? സിംഗിൾ ആണെങ്കിൽ എന്താ? സിംഗുലർ ആയിരിക്കും. സിംഗിൾ ആയതുകൊണ്ട് ഐ സിംഗുലർ ആയിരിക്കും. ഓക്കെ, ഐ ലവ് യുല് അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എന്ന് പറഞ്ഞാല് ഞാനാണ്. പക്ഷെ എന്റെ പേരിന് പകരമായിട്ട് ഞാൻ ഉപയോഗിച്ചതാണ് ഐ അല്ലേ? പക്ഷെ ഞാൻ ഒരാളല്ലേ ഉള്ളൂ. ഒരാളെന്ന് പറഞ്ഞാൽ സിംഗിൾ ആണ്. സിംഗിൾ ആയതുകൊണ്ട് ഐ എന്നുള്ളത് സിംഗുലർ ആണ് അല്ലേ? ഇതെല്ലാം എന്താണ്? എല്ലാം എന്ന് പറഞ്ഞാല് പേരല്ലേ? ഈ പേരിന് പകരമായിട്ട്, പേരിന് പ്രോ ആയിട്ട് വെച്ചതുകൊണ്ട് പ്രൊനൗൺ എന്ന് വിളിക്കാം. എന്തിനെ? ഐ. എന്റെ കൂട്ടത്തില് കുറച്ച് പേരുണ്ട്, ഇല്ലെങ്കിൽ എന്റെ കൂട്ടത്തില് ഒരാളും കൂടെ ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഐ എന്ന് പറയൂ, ഞാൻ എന്ന് പറയൂ? പകരം എന്താ പറയുന്നേ? ഞങ്ങൾ എന്ന് പറയും അല്ലേ? ഞങ്ങൾ എന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്ക് എന്താ പറയുന്നേ? ഇത് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ? ഞങ്ങൾ എന്നുള്ളതിന് വി എന്ന് പറയാം. ഞങ്ങൾ എന്നുള്ളതിന് വി എന്ന് പറയാം. വി എന്താണ്? പ്രോ നൗൺ ആണ്. പേരിന് ഒരു പേര്, കുറച്ച് പേരുകൾക്ക് പകരം ഉപയോഗിച്ച ശബ്ദമാണ് വിയും. ഞങ്ങൾ കുറെ പേർക്ക് പേരുണ്ടാവില്ല. എന്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ അയാൾക്കും എനിക്കും പേരുണ്ട്. പക്ഷെ ഞങ്ങളുടെ രണ്ടുപേരിനും പേരിന് പകരം എന്തുപയോഗിച്ചു? വി ഉപയോഗിച്ചു. പക്ഷേ ഈ ഐയും വിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഐ എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണ്, ഒരാളേ ഉള്ളൂ. വി എന്ന് പറഞ്ഞാല് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല, എന്റെ കൂട്ടത്തില് ഒരാളോ ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ, ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ എന്ന് പറയുള്ളൂ. അപ്പൊ അത് സിംഗിൾ ആണോ? അത് പ്ലൂ ആണ്. പ്ലൂ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. പ്ലൂ. അപ്പൊ എന്താണ്? പ്ലൂറൽ. സിംഗിൾ ഉള്ളതിനെ സിംഗുലർ എന്നും ഒന്നിലധികം ഉള്ളതിനെ പ്ലൂറൽ എന്നും നമ്മൾ പറഞ്ഞു. അപ്പൊ വി എന്താണ്? വി പ്ലൂറൽ. കുറച്ചധികം പേരില്ലേ? ഒന്നിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ നമ്മള് നൗണിന് പകരം, പേരിന് പകരം ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് വി, ഞങ്ങൾ എന്ന് പറയാൻ. ഓക്കെ, ഒന്നാമത്തെ പ്രൊനൗൺ നമ്മൾ പറഞ്ഞു എന്താ? ഐ. രണ്ടാമത്തത് പറഞ്ഞു വി, ഞങ്ങൾ. രണ്ടും മനസ്സിലായില്ലേ? ഐ ലവ് യുല് അടുത്തതാണ് യു അല്ലേ? യു, ഞാൻ, ഞങ്ങൾ. അടുത്തതാണ് നമ്മള് 3 പേഴ്സന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ? നമ്മൾ സംസാരിക്കുമ്പോ ഒന്നാമത്തെ പേഴ്സണും രണ്ടാമത്തെ പേഴ്സണും മൂന്നാമത്തെ പേഴ്സണും ഉണ്ട് അല്ലേ? ഫസ്റ്റ് ഞാൻ പറയുമ്പോ ഞാനാണ് ഒന്നാമത്തെ പേഴ്സൺ, നിങ്ങളാണ് രണ്ടാമത്തെ പേഴ്സൺ. മൂന്നാമത്തെ ആളെന്ന് പറഞ്ഞാല് അവനോ അവളോ അവരൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഐ എന്നുള്ളത് ആദ്യത്തെ പേഴ്സൺ അല്ലേ? ഒന്നാമത്തെ പേഴ്സൺ അല്ലേ? ബി എന്നുള്ളത് ഒന്നാമത്തെ പേഴ്സൺ അല്ലേ?
ഒന്നാമത്തെ പേഴ്സൺ ആരൊക്കെയായിരുന്നു? ഐയും ശരിയല്ലേ? യു എന്നുള്ളതോ രണ്ടാമത്തെ ആളാണ്. സംഭാഷണത്തിലെ രണ്ടാമത്തെ ആളാണ് യു. യു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നീ അല്ലെങ്കിൽ നിങ്ങൾ. നീ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒരാള് മാത്രം യു എന്ന് പറയത്തില്ലേ? അല്ലേ? സിംഗിൾ ആണ്. നിങ്ങൾ എന്ന് പറഞ്ഞാലോ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പൊ പ്ലൂ അല്ലേ? നമുക്ക് യു എന്നുള്ളത് സിംഗിൾ ആയിട്ടും പറയുന്നു, പ്ലൂ ആയിട്ടും പറയുന്നു. ഒരാളായിട്ടും ഒന്നിലധികം ആളായിട്ടും പറയുന്നതിന് നമ്മൾ ഒരേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ നോക്ക്, ഐ എന്ന് പറഞ്ഞു, അത് കൂടുതൽ ആളായപ്പോ ബീനുമായി. പക്ഷെ യു പറയുമ്പോ ഒരാളെയും പിന്നെ ഒന്നിലധികം ആൾക്കാരെ നമുക്ക് എന്ത് പറയാം? യു എന്ന് പറയാം. അപ്പൊ സിംഗിൾ ആയിട്ടും പ്ലൂ ആയിട്ടും പ്ലൂറലായിട്ടും ഉപയോഗിക്കാവുന്ന ഒന്നാണ് എന്ത്? ഏത് പ്രോനൗൺ? യു. ഫസ്റ്റ് പഠിച്ചു, ഐ പഠിച്ചു, ബി പഠിച്ചു, യു പഠിച്ചു. ഇനി മൂന്നാമതൊരു പേഴ്സൺ ഉണ്ട്. ഇതിപ്പോ ഒന്നാമത്തെ പേഴ്സൺ കഴിഞ്ഞു, രണ്ടാമത്തെ പേഴ്സൺ കഴിഞ്ഞു. മൂന്നാമത്തെ പേഴ്സൺ ആരാ? മൂന്നാമത്തെ പേഴ്സൺ ആരാ? അവൻ അല്ലെങ്കിൽ അവൻ അല്ലേ? അവനൊരു പേരുണ്ട്. പക്ഷെ അവന് പകരം നമ്മൾ എന്താ ഉപയോഗിക്കുന്നേ? അവൻ എന്നുള്ളതിന് പകരം നമ്മള് ഹീ എന്ന് ഉപയോഗിക്കില്ലേ? മനസ്സിലായോ? ഹീന്ന് ഉപയോഗിക്കും. ഹീന്ന് പറഞ്ഞാലോ അവൻ. ഹീന്ന് പറഞ്ഞാൽ അവൻ. അവനൊരു പേരുണ്ടാവും. പക്ഷെ ആ പേരിന് പകരം, അവന്റെ പേര് രാജു എന്നാണെങ്കിൽ ആ രാജു എന്നുള്ള പേരിന് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഹീ എന്ന് ഉപയോഗിക്കത്തില്ലേ? അപ്പൊ പേരിന് പകരം ഉപയോഗിച്ചത് കൊണ്ട് അതെന്താണ്? പ്രൊനൗൺ ആണ് അല്ലേ? അപ്പൊ ഹീ എന്നുള്ള പ്രൊനൗൺ അത് മൂന്നാമത്തെ ആളാണ്, തേർഡ് പേഴ്സൺ ആണ് അല്ലേ? മനസ്സിലായോ? ഹീ അവൻ. ഈ ഹീ എന്നുള്ളതിലൊരു പ്രത്യേകതയുണ്ട്. എന്താ? എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഹീ എന്ന് പറഞ്ഞാൽ അയാൾ ഒരാളേ ഉള്ളൂ. അയാൾ എന്താണ്? സിംഗിൾ ആണ് അല്ലേ? സിംഗിൾ അല്ലേ? ഒന്നിൽ കൂടുതൽ പേരുണ്ടോ? ഹീ എന്ന് പറഞ്ഞാല്